നേഫ, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ, ഏറ്റവും അപകടകരമായ അതിർത്തി. ഇന്ത്യയും ചൈനയും കാലങ്ങളായി തങ്ങളുടെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന ഒരു ഭൂപ്രദേശം. 1962 യുദ്ധത്തിൻ്റെ കറുത്ത ഓർമ്മകൾ മാഞ്ഞു പോയിട്ടില്ലാത്ത ഒരു പ്രദേശം. എന്നാൽ 1980കളുടെ മധ്യത്തിൽ ആ തണുത്തുറഞ്ഞ മലനിരകളുടെ നിശബ്ദത തകർക്കാൻ പോകുന്ന ഒരു സംഭവമുണ്ടായി. ദക്ഷിണേഷ്യ വീണ്ടും ഒരു യുദ്ധത്തിൻ്റെ വക്കിൽ എത്തി നിൽക്കുന്നുവെന്ന് പലരും ഭയന്നു. അരുണാചൽ പ്രദേശിലെ വിദൂരമായ ഒരു താഴ്വര, സംതോറാങ്ചു. അവിടുത്തെ വാങ്ഡങ് എന്ന ചെറിയ പുൽമേട്, സാധാരണ വേനൽക്കാലത്ത് കാലിമേയ്ക്കുന്നവർ മാത്രം വന്നിരുന്ന ഒരിടം. എന്നാൽ 1986 ജൂണിൽ ഇന്ത്യൻ ഇൻ്റലിജൻസ് ബ്യൂറോയിലെ ഒരു സംഘം അവിടെ എത്തുമ്പോൾ അവർ ആ താഴ്വരയിൽ കണ്ട കാഴ്ച ഭീതിപ്പെടുത്തുന്നതായിരുന്നു. ആളൊഴിഞ്ഞ ആ പ്രദേശത്ത് ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയിലെ സൈനികർ താവളമുറപ്പിച്ചിരിക്കുന്നു. അതും സ്ഥിരമായ നിർമ്മിതികൾ കെട്ടിപ്പൊക്കി. ഇനിയൊരു യുദ്ധം അതൊഴിവാക്കാനാകുമോ? അതോ 1962 ഒരു ആവർത്തനമാണോ ലോകം കാണാൻ പോകുന്നത്? സംതോറാങ്ചു പ്രതിസന്ധി ഒറ്റപ്പെട്ട ഒരു സംഭവമായിരുന്നില്ല. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങളുടെ, പ്രത്യേകിച്ച് മക്മോഹൻ ലൈൻ സംബന്ധിച്ചുള്ള തർക്കങ്ങളുടെ ഒരു തുടർച്ചയായിരുന്നു അത്. 1914 ഷിംല കൺവെൻഷനിൽ ബ്രിട്ടീഷ് ഇന്ത്യയും ടിബറ്റും തമ്മിൽ ധാരണയായ അതിർത്തി രേഖയാണിത്. എന്നാൽ ചൈന ഇതിനെ അംഗീകരിച്ചിരുന്നില്ല. ഈ തർക്കം മൂർച്ഛിച്ചാണ് 1962 ഇൻഡോ ചൈന യുദ്ധത്തിലേക്ക് നയിച്ചത്. അതിർത്തിയിലെ തവാങ് മേഖലയിൽ ഇന്ത്യക്ക് കനത്ത തിരിച്ചടി നേരിട്ടു. ബുദ്ധമത വിശ്വാസികൾക്ക് ഏറെ പ്രധാനപ്പെട്ട തവാങ് മോൺസ്ട്രി സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം തങ്ങളുടേതാണെന്ന് ചൈന അവകാശപ്പെടുന്നു. സംതോറാങ്ചു താഴ്വര തവാങ് സിറ്റിയിൽ, തവാങ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ചൈന തങ്ങളുടെ അവകാശവാദങ്ങളുടെ കേന്ദ്രമായി കാണുന്ന പ്രദേശത്തോട് ചേർന്നാണിത്. 1962 യുദ്ധത്തിന് ശേഷം ഇന്ത്യൻ സൈന്യം ഈ പ്രദേശത്ത് നിന്ന് പിൻവാങ്ങുകയും വേനൽക്കാലത്ത് ഇൻ്റലിജൻസ് ടീമുകളെ മാത്രം അയച്ച് നിരീക്ഷണം നടത്തുകയും ചെയ്യുന്ന ഒരു രീതി തുടർന്നിരുന്നു. വർഷങ്ങളായി തുടർന്നു പോന്ന ആ പതിവ് 1986 ജൂണിൽ തെറ്റി. വേനൽക്കാല നിരീക്ഷണത്തിനായി എത്തിയ ഇന്ത്യൻ ടീം കണ്ടത് PLA സൈനികർ സ്ഥിരമായി നിർമ്മിച്ച ബങ്കറുകളും ഹെലിപ്പാഡുകളുമായിരുന്നു. ആരുമില്ലാത്ത തക്കം നോക്കി ചൈനീസ് സൈന്യം ഏകദേശം 2 കിലോമീറ്ററോളം ഉള്ളിലേക്ക് കടന്നു കയറി സ്ഥിരതാമസമാക്കിയിരിക്കുന്നു. വിഷയം ന്യൂഡൽഹിയിലെത്തി. 1962 പാഠങ്ങൾ ഇന്ത്യൻ നേതൃത്വത്തിൻ്റെ മനസ്സിൽ ഭയമുണ്ടാക്കി. നയതന്ത്ര തലത്തിൽ പ്രശ്നം പരിഹരിക്കാനാണ് ആദ്യം ശ്രമിച്ചത്. എന്നാൽ തങ്ങൾ നിൽക്കുന്നത് മക്മോഹൻ ലൈനിന് വടക്കാണ്. അതുകൊണ്ട് ഈ പ്രദേശം ചൈനയുടേതാണെന്ന കടുംപിടുത്തത്തിൽ തന്നെ PLA തുടർന്നു. നയതന്ത്രപരമായ നീക്കങ്ങൾ ഫലം കണ്ടില്ല. നയതന്ത്ര ചർച്ചകൾ വഴിമുട്ടിയപ്പോൾ അന്നത്തെ ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ കൃഷ്ണസ്വാമി സുന്ദർജി ഒരു നിർണായക തീരുമാനമെടുത്തു. അത് ഇന്ത്യയുടെ അതിർത്തി പ്രതിരോധ നയത്തിൽ സുപ്രധാനമായ ഒരു വഴിത്തിരിവായിരുന്നു. 1962 ഇന്ത്യ ആയിരുന്നില്ല 1986 ഇന്ത്യ. ചൈനീസ് സൈന്യത്തെ നേരിടാൻ ഒരു തന്ത്രപരമായ സൈനിക നീക്കത്തിന് തന്നെ സുന്ദർജി രൂപം നൽകി. അതായിരുന്നു ഓപ്പറേഷൻ ഫാൽക്കൺ. സംതോറാങ്ചുവിന് സമീപമുള്ള ലോങ്റോല, ഹപ്പുങ്ല എന്നീ തന്ത്രപ്രധാനമായ ഉയർന്ന മലനിരകളിൽ ഇന്ത്യൻ സൈനികരെ വ്യോമമാർഗം അതിവേഗം എത്തിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. സോവിയറ്റ് യൂണിയനിൽ നിന്ന് വാങ്ങിയ Mi-26 ഹെവി ലിഫ്റ്റ് ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് ഒരു ബ്രിഗേഡ് സൈനികരെ പോലും ദിവസങ്ങൾക്കുള്ളിൽ അതിർത്തിയിലെത്തിച്ചു. ഇത് ചൈനീസ് സൈന്യത്തിന് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. ദിവസങ്ങൾക്കുള്ളിൽ ഇന്ത്യൻ സൈന്യം ചൈനീസ് സൈന്യത്തിന് മുകളിലുള്ള ഉയർന്ന പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി. 1962 ഇന്ത്യക്ക് സംഭവിച്ച പിഴവ് ഇത്തവണ ആവർത്തിക്കരുതെന്ന് ജനറൽ സുന്ദർജിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ലോകം ഒരു നിമിഷം നിശ്ചലമായി. ഇരുപക്ഷത്തും 10,000-കണക്കിന് സൈനികരെത്തി. ആയുധങ്ങൾ സജ്ജമായി. ഒരു ചെറിയ വെടിപൊട്ടിയാൽ പോലും അതൊരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന കണ്ണോട് കണ്ട സാഹചര്യമായിരുന്നു അത്. സൈനികമായി തങ്ങൾ ബലഹീനരല്ല എന്ന് ഇന്ത്യ തെളിയിച്ചു കഴിഞ്ഞിരുന്നു. ഇത് ചൈനയെ ഇരുത്തി ചിന്തിപ്പിച്ചു. സൈനിക നീക്കങ്ങൾക്കൊപ്പം നയതന്ത്ര ചർച്ചകളും സജീവമായി മുന്നോട്ടു പോയി.
ചൈനീസ് നേതാവ് ഡെങ് ഷിയാവോപിങ് ഇന്ത്യയെ 1962 പോലെ ഒരു പാഠം പഠിപ്പിക്കേണ്ടി വരും എന്ന് ഭീഷണി മുഴക്കി. ഈ ഭീഷണിയെ ഇന്ത്യ രാഷ്ട്രീയമായി നേരിട്ടു. പ്രതിസന്ധി രൂക്ഷമായിരിക്കുമ്പോൾ തന്നെ 1987 ഫെബ്രുവരിയിൽ അരുണാചൽ പ്രദേശിന് കേന്ദ്ര സർക്കാർ ഒരു പൂർണ്ണ സംസ്ഥാന പദവി നൽകി. തവാങ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഈ നീക്കം ചൈനീസ് അവകാശവാദങ്ങൾക്ക് ശക്തമായ മറുപടിയായി. 1987 മെയ് മാസത്തിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ND തിവാരി ബീജിംഗ് സന്ദർശിച്ചു. തുടർന്ന് ബൂംലയിൽ നടന്ന ഫ്ലാഗ് മീറ്റുകൾ വഴി ഇരുപക്ഷവും സൈനിക വിന്യാസം കുറയ്ക്കാൻ തീരുമാനിച്ചു. 1988 പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ബീജിംഗ് സന്ദർശിച്ചു. 1962 ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനമായിരുന്നു. ഈ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിൽ അതിർത്തി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഒരു സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പിന് രൂപം നൽകാൻ കാരണമായി. സാന്തറോങ്ചു പ്രതിസന്ധി ലോക ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു. 1962 ശേഷം അതിർത്തിയിൽ പ്രതിരോധം ശക്തമാക്കുന്നതിൽ ഇന്ത്യ കാണിച്ച വൈമുഖ്യം ഈ സംഭവത്തോടെ അവസാനിച്ചു. ഓപ്പറേഷൻ ഫാൽക്കൺ ഇന്ത്യയുടെ സൈനിക ശേഷി ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിച്ചു. ലോകവേദിയിൽ ചൈനയുമായി തുല്യ ശക്തിയായി നിന്നുകൊണ്ട് സംസാരിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. 1962 തോൽവിയുടെ ഓർമ്മകളിൽ നിന്ന് രാജ്യത്തിന് പുറത്തുവരാൻ ഇത് സഹായകമായി. ചൈനീസ് സൈന്യം സംതറാങ്ചു താഴ്വരയിൽ വാങ്ദുങ് പോസ്റ്റ് ഉപേക്ഷിച്ചില്ലെങ്കിലും അതിർത്തിയിൽ സംഘർഷം ലഘൂകരിക്കാൻ ഒരു പൊതുധാരണ ഉണ്ടായി. ഈ പോസ്റ്റ് ഇപ്പോഴും ചൈനയുടെ നിയന്ത്രണത്തിലാണെങ്കിലും തൽസ്ഥിതി തുടരാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. യുദ്ധം എപ്പോഴും ഒരു രാജ്യത്തിൻ്റെ പരാജയമാണ്. എന്നാൽ യുദ്ധം ഒഴിവാക്കാൻ നടത്തിയ ശക്തമായ സൈനിക നീക്കങ്ങളും സമർത്ഥമായ നയതന്ത്ര ഇടപെടലുകളും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയമായിരുന്നു. ആയിരത്തി 1986-87 കാലഘട്ടം. ആ തണുത്തുറഞ്ഞ താഴ്വരയിൽ ലോകം ശ്വാസമടക്കി പിടിച്ചു നിന്നു. ഒരു യുദ്ധമൊഴിവാക്കിയ ആ ദിവസങ്ങൾ നയതന്ത്രത്തിൻ്റെ ശക്തിയും ഒരു രാജ്യത്തിൻ്റെ ഇച്ഛാശക്തിയും വിളിച്ചോതുന്നു. 1993-ലും 1996-ലും അതിർത്തിയിൽ സമാധാനം ഉറപ്പാക്കാനുള്ള കരാറുകൾ ഒപ്പുവെച്ചെങ്കിലും അതിർത്തിയിലെ തർക്കങ്ങൾ ഇന്നും തുടരുന്നു. 2020 ഗാൽവാൻ പ്രതിസന്ധി അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. ഹിമാലയം ഒരു നിശബ്ദ സാക്ഷിയാണ്. തർക്കങ്ങൾ ഇനിയും ഉണ്ടാവാം. എന്നാൽ സാന്തറോങ്ചു നമ്മെ പഠിപ്പിച്ച പാഠം വളരെ വലുതാണ്. സൈനിക ശക്തിയും വിവേകപൂർണമായ നയതന്ത്രവും ഒത്തുചേരുമ്പോൾ മാത്രമേ സമാധാനം നിലനിർത്താൻ സാധിക്കൂ. സാന്തറോങ്ചു ഒരു യുദ്ധം സംഭവിക്കാതെ പോയ ആ പഴയ കഥയുടെ ഓർമ്മകൾ ഇന്നും ഹിമാലയൻ കാറ്റിൽ അലയടിക്കുന്നുണ്ടാവാം. ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യൻ. നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 9947590027.